ഫുട്ബോൾ ലോകത്ത് ചിലർ കഴിവ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നു, ചിലർ നേതൃപാടവം കൊണ്ട് നമ്മെ പ്രചോദിപ്പിക്കുന്നു, മറ്റു ചിലർ വിനയം കൊണ്ട് നമ്മുടെ ഹൃദയം കീഴടക്കുന്നു. എന്നാൽ ഫുട്ബോൾ ലോകത്ത് ഇതെല്ലാം കൂടി ഒരുമിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സാദിയോ മാനെ. സെനഗലിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലെ വലിയ വലിയ സ്റ്റേഡിയങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തളരാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെയും ആരെയും അതിശയിപ്പിക്കുന്ന പ്രതിഭയുടെയും തിരികെ നൽകുന്ന വലിയ മനസ്സിൻ്റെയും തെളിവാണ്. ഇതാണ് സാദിയോ മാനെയുടെ കഥ. FB വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 1992 ഏപ്രിൽ 10 തെക്കൻ സെനഗലിലെ ഒരു വിദൂര ഗ്രാമമായ ബംബാലിയിലാണ്. ലളിതമായ ജീവിതം, പരിമിതമായ അവസരങ്ങൾ. ചെറുപ്പക്കാരനായ സാദിയോയ്ക്ക് ഫുട്ബോൾ കളി വെറുമൊരു കളിയായിരുന്നില്ല, അതൊരു രക്ഷപ്പെടൽ കൂടിയായിരുന്നു. പൊടി നിറഞ്ഞ മൈതാനങ്ങളിൽ കെട്ടിക്കൂട്ടിയ പന്തുകൾ കൊണ്ട് തട്ടിക്കളിച്ചൊരു കാലമുണ്ടായിരുന്നു. വഴികൾ മുള്ളു നിറഞ്ഞതായിരുന്നു. എന്നാൽ മാനെയുടെ അഭിനിവേശം അത്രയും ശക്തമായിരുന്നു. 15-ാമത്തെ വയസ്സിൽ തന്നിലുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ നയിക്കപ്പെട്ട് അദ്ദേഹം രഹസ്യമായി ആ ഗ്രാമം വിട്ടു. ഫുട്ബോളിൻ്റെ ട്രയൽസിന് വേണ്ടി 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഡാക്കറിലേക്ക് അദ്ദേഹം യാത്രയായി. കീറിയ ബൂട്ടുകളും കടം വാങ്ങിയ ഷോർട്സുകളുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധിക്കപ്പെട്ടു. പ്രശസ്തമായ സെനഗലീസ് അക്കാഡമിയായ ജനറേഷൻ ഫുട്സിൻ്റെ സ്കൗട്ടുകൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. സാദിയോയുടെ യാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. യൂറോപ്പ് അദ്ദേഹത്തെ മാടി വിളിച്ചു. സാദിയോയുടെ ആദ്യ താവളം യൂറോപ്യൻ ക്ലബ്ബായ FC മെറ്റ്സ് ആയിരുന്നു. ഓസ്ട്രിയയിലെ റെഡ് ബുൾ സാൽസ്ബർഗിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് ശരിക്കും ശ്രദ്ധ നേടിയത്. മിന്നൽ വേഗത, കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കാൻ തോന്നുന്ന ഡ്രിബ്ലിംഗ്, നിർണായക ഗോളുകൾ നേടാനുള്ള കഴിവ് എന്നിവ യൂറോപ്പിലുടനീളം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു. അടുത്ത വിളി പ്രീമിയർ ലീഗ് ക്ലബിലെ സതാംപ്ടണിൽ നിന്നായിരുന്നു. അവരുമായി അദ്ദേഹം പെട്ടെന്നങ്ങ് ഇഴുകിച്ചേർന്നു. പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക്കിന് അദ്ദേഹം ഉടമയായി. വെറും 2 മിനിറ്റ് 56 സെക്കൻഡുകൾ കൊണ്ട് 3 ഗോളുകൾ സാദിയോ നേടി. പിന്നീട് ലിവർപൂളിലേക്ക് യൂർഗൻ ക്ലോപ്പിന് കീഴിൽ മുഹമ്മദ് സല, റോബർട്ടോ ഫിർമിനോ എന്നിവരുടെ കൂടെ അദ്ദേഹം കളിച്ചു. അങ്ങനെ ലോക ഫുട്ബോളിലെ തന്നെ ആക്രമണകാരിയായ ഫുട്ബോളിൻ്റെ ഒരറ്റത്ത് അദ്ദേഹവും നിലയുറപ്പിച്ചു. അദ്ദേഹം വെറും ഒരു കളിക്കാരനായിരുന്നില്ല, യൂറോപ്പും ഇംഗ്ലണ്ടും കീഴടക്കിയ ചുവന്ന പടയോട്ടത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ജേതാവ്, പ്രീമിയർ ലീഗ് ചാമ്പ്യൻ, ഗോൾഡൻ ബൂട്ട് ജേതാവ്, ഫിഫ ലോകകപ്പ് ജേതാവ്. അദ്ദേഹത്തിന്റെ ട്രോഫികൾ ക്യാബിനറ്റ് നിറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ വിജയദാഹം അടങ്ങിയില്ല. തീവ്രതയോടെ മറ്റുള്ളവരിലേക്ക് പകരുന്ന സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ കളി അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ മാനെയുടെ ഹൃദയം എന്നും സെനഗലിന് വേണ്ടി തുടിച്ചു. 2021 സെനഗലിനെ തന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് അദ്ദേഹം നേടിക്കൊടുത്തു. വിജയകരമായ പെനാൽറ്റി ഷൂട്ടൌട്ട് എടുത്തുകൊണ്ട് ആഫ്രിക്കൻ നേഷൻസ് ലീഗിലെ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന നിമിഷമായിരുന്നു അത്. എന്നാൽ സാദിയോ മാനെയുടെ സ്വാധീനം കളിക്കളത്തിനപ്പുറത്തേക്ക് വളരുകയായിരുന്നു. അദ്ദേഹം തന്റെ വേരുകൾ ഒരിക്കലും മറന്നില്ല. ഗ്രൗണ്ടിലെ വെള്ളക്കുപ്പികൾ ചുമക്കുന്നതും ടീം സ്റ്റാഫിനെ സഹായിക്കുന്നതും അദ്ദേഹത്തിൽ നമുക്ക് കാണാം. അതുകൂടാതെ ദശലക്ഷക്കണക്കിന് ഡോളർ തൻ്റെ ഗ്രാമമായ ബംബാലിയിൽ അദ്ദേഹം നിക്ഷേപിച്ചു. ഒരു സ്കൂൾ, ഒരു ആശുപത്രി, ഒരു പള്ളി എന്നിവയ്ക്ക് നിർമ്മാണത്തിനായി അദ്ദേഹം പണം നൽകി. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എനിക്ക് 10 ഫെറാറികളും 20 ഡയമണ്ട് വാച്ചുകളും അല്ലെങ്കിൽ 2 വിമാനങ്ങളും സ്വന്തമാക്കാമായിരുന്നു. ഈ വസ്തുക്കൾ കൊണ്ട് എനിക്കും ലോകത്തിനും എന്തു പ്രയോജനം? ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, വയലിൽ ജോലി ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഞാൻ കഠിന സമയങ്ങളെ അതിജീവിച്ചു. നഗ്നപാതനായി ഫുട്ബോൾ കളിച്ചു. ഇന്ന് ഞാൻ സമ്പാദിക്കുന്നത് കൊണ്ട് എൻ്റെ ആളുകളെ എനിക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. വിജയം അളക്കുന്നത് വെറും ട്രോഫികളിലും ഗോളുകളിലും മാത്രമല്ല, ഈ ലോകത്തിലെ നിങ്ങൾ സ്പർശിക്കുന്ന ജീവിതങ്ങളിലും നിങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തിലുമാണെന്ന് അദ്ദേഹം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ട, തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഓടിയ, താൻ എവിടെ നിന്ന് വന്നു എന്ന് ഒരിക്കലും മറക്കാത്ത ബംബാലിയിൽ നിന്നുള്ള ഒരു കുട്ടി. മനുഷ്യസ്നേഹിയായ ഈ ഫുട്ബോളറുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.